ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും അമൽദേവ് സിനിമാസിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നമ്മളിവിടെ പറയുന്നത് സിനിമ സജഷൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇന്ന് സജസ്റ്റ് ചെയ്യാൻ പോകുന്ന സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയ സിനോപ്സിസ് ആദ്യം പറയാം, എന്നിട്ട് പടത്തിൻ്റെ പേര് പറയാം. അതായത് ജോൺ എന്ന് പറയുന്ന ഒരു കോളേജ് പ്രൊഫസർ, ആൾ ഒരു ദിവസം തൻ്റെ ജോലി രാജിവെച്ചിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ അത് എന്താ കാരണം എന്നുള്ളത് തൻ്റെ ഫ്രണ്ട്സും കൊളീഗ്സൊക്കെ സെർച്ച് ചെയ്യുമ്പോഴാണ് ഈ ജോൺ ആ ഒരു വിചിത്രമായിട്ടുള്ള അല്ലെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. അതായത് ജോൺ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ 14,000 വർഷമായിട്ട് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. താൻ ഇമ്മോർട്ടലാണ് എന്നുള്ള കാര്യം വെളിപ്പെടുത്തുവാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആദ്യം എല്ലാവരും ഭയങ്കര തമാശയായിട്ട് കരുതി, ഇയാൾ എന്താണ് തമാശ പറയണത് അങ്ങനെയൊക്കെ. പക്ഷേ പിന്നീട് ആൾ ഹിസ്റ്ററിയും ലൈക്ക് താൻ കടന്നു വന്ന കാലഘട്ടത്തിലെ കാര്യങ്ങളും ഈ പറയുന്ന വിൻസെൻ്റ് വാൻ ഗോഗൊക്കെ തൻ്റെ ഫ്രണ്ടായിരുന്ന രീതിയിലൊക്കെ ഉള്ള കുറേ തെളിവുകളൊക്കെ പറയുമ്പോഴാണ് കൊളീഗ്സും ഫ്രണ്ട്സൊക്കെ ഇത് വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. താൻ ഒരു ഇമ്മോർട്ടലാണ്, 14,000 വർഷമായിട്ട് ജീവിച്ചിരിക്കുന്ന ഒരാളാണെന്ന രീതിയിൽ. അങ്ങനെ ആൾ പിന്നീട് മതങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ്, രാഷ്ട്രീയത്തെപ്പറ്റി സംസാരിക്കുകയാണ്. ആൾക്ക് നേരിൽ കണ്ട കാര്യങ്ങൾ, യേശുവിനെ നേരിൽ കണ്ട കാര്യം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പടമാണ്. ഇത് ഒരൊറ്റ ലൊക്കേഷനിലാണ് ഈ സിനിമ നടക്കുന്നത്, ഒരൊറ്റ വീട്. പടത്തിൻ്റെ തുടക്കം മുതൽ എൻഡ് വരെ ഒരൊറ്റ വീട് മാത്രമേ ഉള്ളൂ, വേറൊരു ലൊക്കേഷനിലേക്കേ പോകുന്നില്ല. ഒരൊറ്റ വീടും ഒരു 6 ക്യാരക്ടേഴ്സും മാത്രമേ എങ്ങാണ്ടുള്ളൂ, 6 തോന്നുന്നു. ആ ഒരു ഹാളിൽ മാക്സിമം സംസാരിക്കുന്ന രീതിയിൽ. പക്ഷെ ഒട്ടും ബോറടിക്കില്ല, ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് കണ്ടുപോകും. പടത്തിൻ്റെ പേര് ദ മാൻ ഫ്രം എർത്ത്. കിടിലം പടമാണ്. നമ്മൾ ഒരു സിനിമാ പ്രേമിയാണെങ്കിൽ മസ്റ്റ് വാച്ചായിട്ട് കാണേണ്ട സിനിമയാണ്. എനിക്ക് തോന്നുന്നു അതുപോലത്തെ ഒരു പടം മലയാളത്തിൽ വന്നിട്ടുണ്ട് റീസെൻ്റ്ലി. നമ്മുടെ ആനന്ദേകർഷി എന്ന് പറഞ്ഞ ഡയറക്ടർ ചെയ്ത ഒരു പടം. പടത്തിൻ്റെ പേരെന്തായിരുന്നു, ഞാൻ വിട്ടുപോയി. അതുപോലത്തെയൊക്കെ എനിക്ക് തോന്നുന്നു ഈ മാൻ ഫ്രം എർത്തിൽ ഇൻസ്പയർ ആയിട്ടായിരിക്കാം ഒരു കോൺസെപ്റ്റ് മലയാളത്തിൽ ചെയ്തത്. ഒരൊറ്റ ലൊക്കേഷൻ, ഒരു വട്ടമേശ സമ്മേളനം പോലെന്ന രീതിയിൽ ഒരു മേശയ്ക്ക് അപ്പുറം അപ്പുറമൊക്കെ ഇരുന്നവർ സംസാരിക്കുന്നു. അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമുക്ക് അറിയാൻ ആഗ്രഹമുള്ള, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും സംസാരിക്കുന്നത്. കിടിലൻ സിനിമയാണ്. സിനിമയുടെ പേര് മാൻ ഫ്രം എർത്ത്. കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കുക.